വർഗീയ ശക്തികളുടെ പിന്തുണ ആവശ്യമില്ലെന്ന കോൺഗ്രസിന്റെ വാദം പൊളിയുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ എല്ലായ്പ്പോഴും തള്ളിപ്പറയാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. 3-4 UDF സ്ഥാനാർത്ഥികൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചു. CPM ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത് ഭൂരിപക്ഷ പ്രീണനത്താണെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും അനുകൂലിച്ച് കോൺഗ്രസ് സഖ്യകക്ഷിയായ CMPയും രംഗത്തെത്തി. വർഗീയത ഉണ്ടെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും കൂടെ നിർത്തണമെന്ന് CMP ജനറൽ സെക്രട്ടറി CP ജോണും അറിയിച്ചു. തീവ്ര ഇസ്ലാമിക സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുമായി കോൺഗ്രസിന് ഒഴിച്ചുകൂടാനാകാത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാക്കുകൾ. 3-4 UDF സ്ഥാനാർത്ഥികൾക്ക് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ ലഭിച്ചതായി വി.ഡി. സതീശൻ സ്ഥിരീകരിച്ചു. CPM ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയുന്നത് ഭൂരിപക്ഷ പ്രീണനത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ സതീശൻ എല്ലായ്പ്പോഴും കോൺഗ്രസിനും UDF-നും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി. ചിലപ്പോൾ ഒരു 4-5 സ്ഥാനാർത്ഥികളെ ആർക്കെങ്കിലും ഒരു മുന്നണിയിൽ കൊടുത്തു കാണും. ആ കൂട്ടത്തിൽ വട്ടിയൂർക്കാവിൽ പിന്തുണ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ LDF-ന്റെ കൂടെയായിരുന്നു, CPM-ന്റെ കൂടെയായിരുന്നു. നിരവധി പതിറ്റാണ്ടുകളായി ജമാഅത്ത് ഇസ്ലാമി അവരുടെ കൂടെയായിരുന്നു. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും എനിക്കെതിരായിരുന്നു അവർ അന്ന് നിലപാടെടുത്തത്. രാഷ്ട്രീയമായ നിലപാടാണ്. വർഗീയ നിലപാട് ആരെടുത്താലും അതിനെതിരായി ഞങ്ങൾ നിലപാടെടുക്കും. അവരെടുക്കട്ടെ, അവരെടുത്താൽ ഞങ്ങൾ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. എല്ലാ ദിവസവും രാവിലെ വന്ന് ഇന്ന ആളുകൾക്കൊക്കെ എതിരാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. വർഗീയത ഉണ്ടെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും കൂടെ നിർത്തണമെന്ന് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ CMPയും വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടുന്നതിൽ തെറ്റില്ലെന്ന് CMP ജനറൽ സെക്രട്ടറി CP ജോൺ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർക്ക്, അതിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിലൊരു കാഴ്ചപ്പാടുണ്ട്. ഒന്ന്, ഭൂരിപക്ഷ വർഗീയതയുടെ ആക്രമണത്തിന്റെ ഇരകളാണ് അവർ. ആ ഇരകളോടൊപ്പം നിൽക്കണം. ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കണം. അങ്ങനെ നിന്നുകൊണ്ട് മാത്രമേ ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് മതേതരത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതായത് ഭൂരിപക്ഷ വർഗീയതയെ പ്രതിരോധിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും പോലുള്ള സംഘടനകളുടെ പിന്തുണ തേടുന്നതിൽ തെറ്റില്ല, ഒരു തെറ്റുമില്ല. 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ തനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിരുന്നതായി കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ അനുകൂലിച്ചുള്ള സതീശന്റെയും CP ജോണിന്റെയും പ്രസ്താവന. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് തീവ്ര ഇസ്ലാമിക സംഘടനകളുമായി കോൺഗ്രസും UDF-ഉം കൈകോർക്കുകയാണെന്ന് BJP നേതൃത്വമടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കോൺഗ്രസ് ബന്ധത്തെ ഒരു വിഭാഗം നേതാക്കൾ എതിർക്കുന്നുണ്ടെങ്കിലും അധികാരത്തിനായി സന്ധിയാകാമെന്ന നിലപാടാണ് നേതൃത്വത്തിന്. ജനം, ഡൽഹി.